ഫ്രണ്ട്സ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള Q3 റിസൾട്ട് സീസണിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന അന്ന് തന്നെ റിസൾട്ടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് താല്പര്യമുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഫണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്, എന്തെങ്കിലും പ്രത്യേക റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ ഇഗ്ഡിവസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു മെമ്പേഴ്സ് ഉള്ളിയായിട്ടുള്ള ആ പേജ് പോയതിന് ശേഷം ഇഗ്ഡിവസിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ജോയിൻ ബട്ടൺ കാണാൻ പറ്റും. അവിടെ എല്ലാ ക്വാർട്ടറിലും നമ്മൾ റിസൾട്ട് വന്ന അന്ന് തന്നെ കഴിവതും രാത്രി 9 മണി 10 മണിക്ക് നല്ല റിസൾട്ട് തന്ന സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചുള്ള അനാലിസിസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. താങ്കൾക്ക് നല്ല റിസൾട്ടാണോ അല്ലയോ എന്ന് വേണ്ടി എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്ത് വരില്ല. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസാണ് നമ്മൾ കൊടുക്കാറുള്ളത്. എസ്പെഷ്യലി ക്വാർട്ടർലി അനാലിസിസ് പെർഫോമൻസാണ് നമ്മൾ സാറിന് കൊടുക്കാറുള്ളത്. ബാക്കിയുള്ള എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇൻപുട്സ് വല്ല ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. സോ നമ്മുടെ ഇഗ്ഡിവസ് പോയതിന് ശേഷമുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ താങ്കൾക്ക് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ട്രെൻഡ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ട്രെൻഡ്സിൽ മാത്രമേ ഉള്ളൂ നമ്മൾ റിസൾട്ട് സീസൺ ടൈമിൽ സംതിങ് അറൗണ്ട് 30 ഓൺ ആൻ ആവറേജ് ഒരു 28-30 വീഡിയോ സെയിം ഡേയിൽ നമ്മൾ രാത്രി തന്നെ വീഡിയോ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. അത് മെമ്പേഴ്സ് ഉള്ള വീഡിയോ ആണ്. ട്രെൻഡ്സിൽ ജോയിൻ ചെയ്താൽ താങ്കൾക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് റിസൾട്ട് സീസണിനെ കുറിച്ച്, റിസൾട്ട് തരുന്ന നല്ല കമ്പനികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ താങ്കൾക്ക് എസ്പെഷ്യലി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ആയിട്ടുള്ള കമ്പനികളെ കുറിച്ചുള്ള ഐഡിയ എൻ്റെ അടുത്തുനിന്ന് കിട്ടും. ട്രെൻഡ്സിൽ മാത്രമേ ജോയിൻ ചെയ്യാവുള്ളൂ. ട്രെൻഡ്സിലാണ് ആ വീഡിയോസ് നമ്മൾ കൊടുക്കാറുള്ളത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ എന്താണോ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇന്നലെ രാത്രി സംഭവിച്ചത്. രാത്രി കൂടി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് 0.25 ബേസിസ് കുറച്ചെങ്കിലും ഫെഡിൻ്റെ കമൻട്രി വാസ് വെരി ക്രിട്ടിക്കൽ. സോ അവർ വളരെ കോഷ്യസ് അപ്രോച്ചാണ് അവർ ഇന്നലെ രാത്രി പറഞ്ഞിരിക്കുന്നത്. 2025 4 പ്രാവശ്യമെങ്കിലും റേറ്റ് റിഡക്ഷൻ വരുമെന്ന് പ്രതീക്ഷ ജനങ്ങളോട് അവർ പറഞ്ഞത് അത് പ്രതീക്ഷിക്കേണ്ട. 3% താഴെ ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു വലിയൊരു ടാർഗറ്റ് ഫെഡിനെ സംബന്ധിച്ച്, US ഫെഡിനെ സംബന്ധിച്ച് ഇപ്പോഴും മരീചിക മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ 4 റേറ്റ് റിഡക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ടെന്നുള്ള ക്ലാരിറ്റിയാണ് വന്നത്. അത് വലിയൊരു കോഷനാണ് മാർക്കറ്റിന് കൊടുത്തത്. ഡൗ ജോൺസ് 1020 പോയിൻ്റാണ് താഴെ പോയത്. നാസ്ഡാക്ക് 800 പോയിന്റ് മുകളിലാണ് താഴെ പോയത്. സോ നാച്ചുറലി അത് മാർക്കറ്റിന് ഒരു ചലനം സൃഷ്ടിക്കാനായിട്ടുള്ള വലിയൊരു നെഗറ്റീവ് ന്യൂസാണ്. ഓൾറെഡി ഡൊണാൾഡ് ട്രംപ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജനുവരി മാസം 20-ാം തീയതി അദ്ദേഹം പ്രസിഡൻഷ്യൽ സ്ഥാനം ഏറ്റെടുത്ത ദിവസം തന്നെ ചൈനീസ് ഇമ്പോർട്ട്സിന് കൂടുതൽ തിരിവ് ചെലുത്തുമെന്നുള്ള കാര്യം. സോ എന്ത് സംഭവിക്കുന്നത്, ചൈനീസ് ഇമ്പോർട്ട്സിന് കൂടുതൽ തിരിവ് ചെലുത്തുമ്പോഴത്തേക്കും വീണ്ടും സാധനങ്ങളുടെ വില കണ്ടമാനം കയറും, വീണ്ടും ഇൻഫ്ലേഷൻ കയറാനുള്ള സാധ്യതകളെയാണ് ഇത് കാണിക്കുന്നത്. എനിവേ വി ഷുഡ് ബി എക്സ്ട്രീംലി കോഷ്യസ്. ഒന്നാമത്തെ കാര്യം, നിഫ്റ്റി അറ്റ് പ്രസന്റ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി, ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിരുന്നു, 24,000 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഫിബിൻ്റെ വലിയൊരു സപ്പോർട്ട് സോണാണ്. ഈ സോണിൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുമെന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം നിഫ്റ്റി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ഏറ്റവും വലിയ കാര്യം. 24,000 സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി നിൽക്കുവാണെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. സോ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആണ് നമ്മൾ കാണുന്നത് മുഴുവൻ. സോ സെൻറ്റിമെൻറ്റ്സ്, ഈ ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഓൾറെഡി ചൈനീസ് പ്രൊഡക്ട്സിനെ US ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനീസ് പ്രൊഡക്ട്സിൽ തീരുവ കൂട്ടാമെന്ന് വെച്ചാൽ, ടാക്സ് കൂട്ടുകയെന്ന് വെച്ചാൽ നാച്ചുറലി ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതകളിലേക്കാണ് അത് വഴി തുറക്കുന്നത്. അത് വലിയൊരു കൺസേൺ ആണ് ഏത് മാർക്കറ്റിനെ സംബന്ധിച്ച്. എനിവേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കാണുമല്ലേ, മാർക്കറ്റ് കയറിയാലും മാർക്കറ്റ് ഇറങ്ങിയാലും ബെസ്റ്റ് റിസൾട്ട് എന്ന സ്റ്റോക്കുകൾ എപ്പോഴും മാർക്കറ്റിലുണ്ട്. ഇങ്ങനത്തെ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ബേസിക്കലി ഔട്ട് പെർഫോമൻസ് എന്ന് പറയുക. ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ തന്നെ 2 കൺസെപ്റ്റ്സ് ഉണ്ട്, പർപ്പിൾ ഡോട്ടും ബ്ലൂ ഡോട്ടും. ഈ 2 ഡോട്ടും കൺസെപ്റ്റ് ഉള്ള സ്റ്റോക്കുകളെ മാത്രം ഫോക്കസ് ചെയ്യുക, താങ്കൾക്ക് ബെസ്റ്റാണ് മാർക്കറ്റ് ഫ്ലോട്ട് ചെയ്യാനായിട്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഉള്ള ക്രിട്ടിക്കലായിട്ടൊരു കാര്യം പറയുന്നു. എൻ്റെ ഹിഡൻ ബുള്ളിഷ് ഡൈവേർജൻസ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിയെ കുറിച്ചിട്ടൊരു ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ശനിയാഴ്ച രാത്രി 9 മണിക്ക്. താങ്കൾക്ക് അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് പങ്കെടുക്കാം. prosip23@gmail.com മെയിൽ അയച്ചാൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, 9 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 9:05 സൂം സെഷൻ നമ്മൾ ലോക്ക് ചെയ്യുന്നതായിരിക്കും. വരുവാണെങ്കിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും മൊബൈലിൽ കൂടെ അല്ല പങ്കെടുക്കരുത്. താങ്കൾ കമ്പ്യൂട്ടറിൽ കൂടെ പങ്കെടുത്താൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ തന്നെ താങ്കൾക്ക് കമ്പ്യൂട്ടറിൽ കൂടെ മനസ്സിലാക്കാൻ, അപ്പോൾ തന്നെ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ഞാൻ ഈ പറഞ്ഞ മെയിലിലേക്ക് താങ്കൾക്ക് മെയിൽ അയച്ചാൽ തീർച്ചയായും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ്, Q2 റിസൾട്ട് സീസണിൻ്റെ ഫാഗ് എൻഡിൽ എത്തിക്കഴിഞ്ഞു. ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ Q2 റിസൾട്ട് സീസൺ കഴിഞ്ഞ് നമ്മൾ Q3യിലേക്ക് ജാനുവരി ഫസ്റ്റ് വീക്കോടുകൂടി Q3യിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ ഇപ്പോൾ എന്താ സംഭവിക്കുന്ന മാർക്കറ്റിൽ, ബേസിക്കലി Q2 ടോപ്പ് പെർഫോം ചെയ്ത പല സ്റ്റോക്കുകളും പതുക്കെ വീക്ക് ആകാൻ തുടങ്ങി. അതുപോലെ തന്നെ Q3 ഇനി വരാൻ പോകുന്ന റിസൾട്ടിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള പല സ്റ്റോക്കുകളും മുൻപോട്ട് വരാൻ തുടങ്ങി. ഇത് രണ്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആസ് എ ട്രേഡർ, ആസ് എൻ അനലിസ്റ്റ് നമ്മുടെ ജോലി ബേസിക്കലി. എനിവേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു Q3 റിസൾട്ട് വരുന്നതിന് മുമ്പ് 6 സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള 2 സ്റ്റോക്കുകളാണ് എടുത്തു പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒക്ടോബർ മാസം 16-ാം തീയതി എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു.
ഈ 2 സ്റ്റോക്കുകൾ റിസൾട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ആ വീഡിയോയിൽ പറഞ്ഞ 2 സ്റ്റോക്കുകളും റിസൾട്ട് വന്നതിന് ശേഷം 45% റിട്ടേൺ കൊടുത്തത്. ഇത്രയും വീക്കായിട്ടുള്ള മാർക്കറ്റ് സംതിങ് അറൗണ്ട് നിഫ്റ്റി 3500 4000 പോയിന്റ് താഴെ പോയപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ കൊടുത്ത റിട്ടേൺ മോർ ദാൻ 45% ആണ് റിസൾട്ട് വന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വീഡിയോയിൽ സ്റ്റോക്കിൽ റിസൾട്ട് കൊടുക്കുമെന്ന് വെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഐഡിയയും ഇല്ല. അതുകൊണ്ട് തന്നെ ദിസ് വീഡിയോ ഇസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ എന്ന് എടുത്ത് പറയുന്നു. റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കാനേ പാടില്ല. ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ഇവിടെ കാണിക്കുന്ന ഫണ്ട ആയിട്ടുള്ള ആസ്പെക്ട്സ് മനസ്സിലാക്കുക, ആ സ്റ്റോക്കുകളുടെ വിസിബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക, മാനേജ്മെന്റ് ഗൈഡൻസ് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പിന്നെ റിസൾട്ട് വേണ്ടി കാത്തിരിക്കുക. റിസൾട്ട് നല്ലതാകാം, റിസൾട്ട് മോശമാകാം, ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ദിസ് വീഡിയോ ഇസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ എന്ന കാര്യം വീണ്ടും എടുത്ത് പറയുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ആദ്യത്തെ സ്റ്റോക്കിൻ്റെ മഹാരാഷ്ട്ര സീംലെസ് എന്നാണ്. ബാക്കി ഏകദേശം 10,000 കോടി എടുത്തുണ്ട്. എക്സലൻറ്റ് വാല്യുവേഷൻ ആണ്, 11.6 ഉള്ളു വാല്യുവേഷൻ. സോ ഇൻഡസ്ട്രി വാല്യുവേഷൻ വന്നിട്ട് സംതിങ് അറൗണ്ട് 29.2 ആണ്. ഇൻഡെക്സ് വാല്യൂ സംതിങ് അറൗണ്ട് 650. സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറൗണ്ട് 734. സോ നമുക്ക് പെർഫോമൻസിലേക്ക് വന്നിട്ട് കടക്കാം. ക്വാർട്ടർ അനാലിസിസ് നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ കൊല്ലം ഡിസംബർ റിസൾട്ട് വന്ന സമയത്ത്, അതായത് കഴിഞ്ഞ കൊല്ലം Q2 റിസൾട്ട് എന്ന് പറയുന്നത് സെപ്റ്റംബർ Q2 റിസൾട്ട് വാസ് ഫാൻറ്റാസ്റ്റിക്. 328 കോടിയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എഗൻസ്റ്റ് 2022 253 കോടി. ആൻഡ് 328 ക്രോസ് എഗൻസ്റ്റ് കഴിഞ്ഞ ജൂൺ ക്വാർട്ടറുമായിട്ട് നോക്കുമ്പോൾ ഹ്യൂജ് ഡിഫറൻസാണ് വന്നത്. ആൻഡ് OPM എക്സ്പാൻഷൻ വന്നു. പക്ഷേ അതിനുശേഷം വന്ന ഡിസംബർ റിസൾട്ട് വാസ് ഈ ഒരു ഗ്രോത്ത്, ദാറ്റ് മീൻസ് സെപ്റ്റംബർ വേഴ്സസ് ജൂൺ കൊടുത്ത ഒരു ഹ്യൂജ് പെർസെൻറ്റേജ് ഗ്രോത്ത്, അല്ലെങ്കിൽ സെപ്റ്റംബർ 2023 വേഴ്സസ് 2022 സെപ്റ്റംബർ കൊടുത്ത ഹ്യൂജ് പെർസെൻറ്റേജ് ഗ്രോത്തുമായിട്ട് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു, OPM എക്സ്പാൻഷൻ കൂടിയെങ്കിൽ പോലും ഇറ്റ് വാസ് ക്വൈറ്റ് കമ്പയർ ടു പ്രീവിയസ് റിസൾട്ട് നോക്കാൻ നേരത്തെ പെർസെൻറ്റേജ് വൈസ് സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അത് കഴിഞ്ഞുള്ള മാർച്ചും ജൂണും ടോട്ടലി ഡൗൺ ആയിപ്പോയി. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേർണൽ ഇഷ്യൂസ്, മെഷീൻ മെയിൻ്റനൻസ് ഇഷ്യൂ, മെഷീൻ ഷെഡ്യൂളിംഗ് ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് തന്നെ കമ്പനി നേരത്തെ ഒരു ഹിൻഡ് കൊടുത്തിരുന്നു, അടുത്ത ഒരു 6 മാസം കമ്പനിയെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി ടഫാണെന്ന് പറഞ്ഞിരുന്നു. അതുതന്നെ ശരിക്കും സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്തു. ഈ സ്റ്റോക്ക് 1097 നിന്നും സംതിങ് അറൗണ്ട് 570 560 റേഞ്ചിലേക്ക് കൂപ്പുത്തി. അതിനുശേഷം വന്ന് സെപ്റ്റംബർ മാസം ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് Q2 റിസൾട്ടിൽ വീണ്ടും കമ്പനി ഒരു എന്താ പറയണ്ടേ ഹ്യൂജ് റിസൾട്ടാണ് കൊടുത്തത്. കമ്പയർഡ് ടു സെപ്റ്റംബർ നോക്കാൻ നേരത്തെ ആ രീതിയിൽ വന്നില്ലെങ്കിൽ പോലും കമ്പയർഡ് ടു പ്രീവിയസ് 2 ക്വാർട്ടറാണ് നോക്കാൻ നേരത്തെ കമ്പനി കുറച്ച് റിഫ്ലക്ഷൻ, ദാറ്റ് മീൻസ് ജൂൺ റിസൾട്ട് നോക്കുമ്പോൾ 190 എന്നുള്ളത് 227 ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്തു. OPM എക്സ്പാൻഷൻ സംഭവിച്ചു. കമ്പനിയുടെ വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ബോറോയിൻസ് 0 ആണ്, കടവില്ലാത്ത കമ്പനിയാണ്, അല്പം പോലും കടവില്ല. ക്യാഷ് ഫ്ലോ നോക്കാൻ നേരത്തെ ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂജ് ക്യാഷ് ഫ്ലോ ആണ് കമ്പനിയെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. ഷെയറിൽ പാറ്റേൺ നോക്കാൻ നേരത്തെ പ്രൊമോട്ടർ കൂട്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 68 എന്ന് 68.04 ആയി. ജനറൽ 19.65 ഉള്ളൂ. ഫ്രീ ഫ്ലോട്ട് കുറവുള്ള കമ്പനിയാണ്. 2-3 പോയിന്റ് കൂടി കമ്പനിയെക്കുറിച്ച് പറയാനുണ്ട്. കമ്പനിയുടെ പ്രസൻറ്റേഷനാണ് ഓർഡർ ബുക്ക് ഓഫ് മഹാരാഷ്ട്ര സീംലെസ് as on 28 ഒക്ടോബർ വന്നിട്ട് ഹ്യൂജ് ഓർഡർ ബുക്കാണ്. സെഗ്മെൻറ്റ് വൈസ് ഓർഡർ ബുക്ക് നിങ്ങൾ നോക്കും. ONGC ഓയിലിൽ നിന്നും 788 കോടിയാണ് ഓർഡർ സോഫാർ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ഡ്രിൽ പൈപ്സ് ഓർഡർ ഓഫ് ₹63 ക്രോസ്. അതേഴ്സിൽ നിന്ന് വന്ന ഓർഡർ 912 ആണ്. ടോട്ടൽ ഓർഡർ 1700 കോടിയാണ് as on 20 ഒക്ടോബർ 2024. സോ ഓർഡർ ബുക്ക് ഈസ് സപ്പോർട്ടഡ് ബൈ ബാക്ക് ടു ബാക്ക് ബുക്കിംഗ് ഓഫ് റോ മെറ്റീരിയൽ. അവർ ചെയ്യുന്ന അവരുടെ ബിസിനസ് സിസ്റ്റം അതാണ്. ഓർഡർ കിട്ടിയപ്പോൾ റോ മെറ്റീരിയൽ ബുക്ക് ചെയ്യും, സോ ദാറ്റ് അവർക്ക് റോ മെറ്റീരിയൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് അവരുടെ പ്രോഫിറ്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. സോ അവർ കുറേ അവരുടെ ആ ഇൻഡസ്ട്രിയുടെ പ്ലസ് പോയിൻറ്റ്സ് ആണ് ഗവൺമെൻറ് പോളിസി അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അപ്ഡേറ്റ് ഓർഡർ ഫ്രം ONGC and Oil India are being procured and dispatched rapidly. Oil companies are drilling additional wells as E&P activities have increased, successfully dispatched. And ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ട്രെൻഡ്സ് ആസ് പെർ ദി കമ്പനി ഹ്യൂജ് പൊട്ടൻഷ്യലാണ് പറയുന്നത്. OPEC റിവൈസ് ഇറ്റ്സ് ഗ്ലോബൽ ഓയിൽ ഡിമാൻഡ് ഇൻ 2024 to 104.4 മില്യൺ ബാരൽസ് ആണ്. 102 മില്യൺ ബാരൽസിൽ നിന്നാണ് 104.4 മില്യൺ ബാരൽസിൽ മാറ്റിയിരിക്കുന്നത്. ഇന്ത്യസ് ഓയിൽ ഡിമാൻഡ് ഇസ് പ്രൊജക്റ്റഡ് ടു റൈസ് 30% to 7.2 മില്യൺ ബാരൽസ് പെർ ഡേ ഇൻ 2030. സോ ഫ്രം 5.6 മില്യൺ ബാരൽസ് പെർ ഡേ ഇസ് 2024. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് ട്രെൻഡ്സ് ആണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ദിസ് സെൻസ് ഇറ്റ് സീംസ് ടു ബി എന്താ പറയണ്ടേ, കമ്പനി മിഷൻ മെയിൻ്റെനൻസ് എല്ലാം കഴിഞ്ഞ് കമ്പനിയുടെ ഇൻറ്റേർണൽ ഇഷ്യൂസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരേണ്ട പാതയിലാണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ സാധിക്കത്തില്ല. ഈ വരുന്ന റിസൾട്ട് അതുകൊണ്ട് തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണെന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയേണ്ടി വരും. അടുത്ത കമ്പനി ബാലു ഫോർജ് ആണ്. ബാലു ഫോർജ് എന്ന പറയുന്ന കമ്പനി ബേസിക്കലി മാനുഫാക്ചറിങ് ഓഫ് ഫുള്ളി ഫിനിഷ്ഡ് ആൻഡ് സെമി ഫിനിഷ്ഡ് ഫോർജ്ഡ് ക്രാങ്ക് ഷാഫ്റ്റ്സ് ആൻഡ് ഫോർജ്ഡ് കമ്പോണൻസിൽ ഒരു ലീഡറാണ് ബാലു ഫോർജ്. ബാക്കി 8,712 കോടി. സ്റ്റോക്ക് ബേസ് 64 അഗൈൻസ്റ്റ് ഇൻഡസ്ട്രി ബേസ് 30.8. സോ
കമ്പനിയുടെ പ്ലജറ്റ് പെർസെൻറ്റേജ് ഒന്നുമില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് വെരി ഗുഡ് 54.7. ഡെറ്റ് ഇല്ലാത്ത കമ്പനി ആപ്പാട് 60 കോടി ഡെറ്റുള്ളൂ. വിൽ സീ ദി റിസൾട്ട്. കഴിഞ്ഞ മാർച്ച് മാസം കഴിഞ്ഞതിന് ശേഷം ജൂൺ മാസത്തിലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 34 നിന്ന് 43 ആയി ജൂൺ മാസത്തിലെ. ആൻഡ് സെപ്റ്റംബറിൽ 65 ആയി. ആൻഡ് OPM എക്സ്പാൻഷൻ കൺസിസ്റ്റൻ്റ് ആണ്. 21% to 25% to 29%. കഴിഞ്ഞ സെപ്റ്റംബറിൽ 30 ആയിരുന്നു, അതാണ് 65 കോടിയായത്. അതിന് മുമ്പിലത്തെ സെപ്റ്റംബറിൽ 5 കോടിയായിരുന്നു, അതാണ് 65 കോടിയായത്. കഴിഞ്ഞ ക്വാർട്ടറുമായിട്ടും കഴിഞ്ഞ സെപ്റ്റംബറായിട്ടും ഫെൻറ്റാസ്റ്റിക് റിസൾട്ട് എടുത്ത കമ്പനിയാണ്. PL കൊണ്ട് നോക്കാൻ നേരത്തെ ട്രെയിലിംഗ് 12 months ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ട്രെയിലിംഗ് 12 monthsൽ 176 കോടി ഹ്യൂജാണ്. ബാലൻസ് ഷീറ്റ് നോക്കാൻ നേരത്ത് റിസർവ് ഹ്യൂജായിട്ട് ഷൂട്ടപ്പ് ചെയ്ത കാഴ്ചയെ കാണാൻ പറ്റുന്നത് അല്ലേ. 450 കോടിയിൽ നിന്നും 804 കോടിയായിട്ട് റിസർവ് കൂടി. ബോറോയിൻസ് 49 കോടിയിൽ നിന്ന് ജസ്റ്റ് 10 കോടിയുടെ വ്യത്യാസമേ ബോറോയിൻസ് വന്നിട്ടുള്ളൂ. ആൻഡ് നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കാൻ നേരത്തെ പ്രൊമോട്ടർ സ്ലൈറ്റായിട്ട് കുറച്ചിട്ടുണ്ട്, 56 നിന്നും 54 ആക്കി. പക്ഷേ ഇൻ ജനറൽ ഇറ്റ് വാസ് ക്വൈറ്റ് ഓക്കെ. കമ്പനിയുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ബാലു ഫോർജിൻ്റെ H1 പെർഫോമൻസ് ആണ്. 520 കോടിയിൽ നിന്നും എബിറ്റ 1084 കോടിയായി ഫസ്റ്റ് ഹാഫിൽ. എബിറ്റ മാർജിൻ 20.7 നിന്നും 27.2 ആയി. പാറ്റ് 399 നിന്നും 823 ആയി. പാറ്റ് മാർജിൻ 15 നിന്നും 20.7. എക്സലൻറ്റ് ഫിഗേഴ്സ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് ഇതാണ് കീ ടേക്ക് അവേ. ഓർഡർ ബുക്ക് ആൻഡ് കപ്പാസിറ്റി അഡിഷൻ. കമ്പനി ഹാസ് എ സ്ട്രോങ് ഓർഡർ ബുക്ക് ഫോർ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. This 32,000 tons of machining capacity is fully booked. ആരാ ബുക്ക് ചെയ്തിരിക്കുന്നത്? ആൻഡ് ദി ഫോർജിങ് ഔട്ട്പുട്ട് ഫ്രം ദി ഇനിഷ്യൽ കൊമേഴ്സ്യലൈസേഷൻ വിൽ ബി ഏബിൾ ടു മീറ്റ് ദി കപ്പാസിറ്റി ഓഫ് Mercedes-Benz പ്രൊഡക്ഷൻ ലൈൻ ആൻഡ് ദി മെഷീനിങ് കപ്പാസിറ്റി എക്സ്പാൻഷൻ. നോക്കൂ ആര് ബുക്ക് ചെയ്തത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇതൊക്കെയാണ് വിസിബിലിറ്റി എന്ന് പറയുന്ന സംഗതി. വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കമ്പനികൾക്ക് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്റ്റോക്കുകളിലെ ഫണ്ടേ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നിങ്ങൾ പഠിക്കുക. ഈ രണ്ട് സ്റ്റോക്കുകളുടെയും ബേസിക്കലി ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ മനസ്സിലാക്കുക. ഈ രണ്ട് സ്റ്റോക്കുകളുടെയും ട്രാൻസ്ക്രിപ്റ്റ്, ഏണിങ്സ് പുറത്തുള്ള ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട് രണ്ട് സ്റ്റോക്കുകൾക്ക്. മ്യൂച്വൽ ഫണ്ട്സും ബാക്കിയുള്ള മെയിൻ ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ പുറത്തുള്ള ട്രാൻസ്ക്രിപ്റ്റ് വായിക്കുക. മെയിനായിട്ട് പോയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. റിസൾട്ട് നമ്മുടെ കയ്യിലുള്ള കാര്യമേ അല്ല, നല്ലതാകാം മോശമാകാം. നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. അതിന് മുമ്പുള്ള ബേസിക്സ് വർക്ക്ഔട്ട് ചെയ്യണം തീർച്ചയായും കാത്തിരിക്കാനായിട്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഓഫ്.